തംബ്നെയിൽ ക്ലിക്ക് ചെയ്തു വന്ന എല്ലാ മാന്യം ഊളകൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഹലോ ഗയ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന തെറ്റ് എന്റെ ഭാഗത്താണ്, ട്രെൻഡിങ്ങിലല്ല എയറിലായിക്കൊണ്ടിരിക്കുന്ന മണവാളനെ കുറിച്ചാണ് ഗയ്സ്. മണവാളനാണെങ്കിൽ വലിയ MMA ഫൈറ്റർ ആണെന്നാ കേട്ടത്. സ്റ്റേജിലെല്ലാം കളിച്ച് എന്തോ കപ്പും ചപ്പെല്ലാം കിട്ടിയിട്ടുണ്ടെന്നാ കേട്ടത്. ഇനി നമുക്ക് മണവാളുടെ വീഡിയോ ഒന്ന് കാണാം. ഇതെന്താണിത്? മണവാളെന്ന് പറഞ്ഞിട്ട് മലവാണത്തിനെ കാണിച്ച് പറ്റിക്കുന്ന ഇതിനെയാന്ന് പറയാ വളി അറ്റ് ഫസ്റ്റ് സൈറ്റ്. മസ്താനിയുടെ മുട്ടക്കറി വളിയും മണവാളന്റെ ചീഞ്ഞ മീൻ വളിയും. ദിസ് ഈസ് ഡിസ്കസ്റ്റിംഗ്. വളിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട. വളിവിട്ട് തിന്നാൽ അവിലിട്ട് തിന്നാം. സിലിണ്ടറിൽ പോലും ഉണ്ടാവില്ല ഇത്രയും ഗ്യാസും കുറ്റി മാതിരി കാണുന്നില്ല രണ്ടെണ്ണം. അങ്ങനെ നമ്മളെ മണവാളൻ നടന്നു വരികയാണ്. നടന്നു വരുമ്പോൾ നമ്മളെ മണവാളന്റെ കുണ്ടിന്ന് ഒരു വളി വീണു. ഓ സീൻ, മൊത്ത സീനായി. എന്തെന്ന് പറഞ്ഞാൽ മണവാളിന് വിഷമാവാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ മസ്താനി ഒരു മീൻ വണ്ടി വളിയങ്ങ് വിടും. ആ വളി വിട്ടതോടെ നാട്ടിലെ കാക്കകൾ മൊത്തം ചത്തുവീകും. അങ്ങനെ അവർ രണ്ടാളും വളിവിട്ട് വളിക്കൊത്തം കൊണ്ട് തുള്ളിച്ചാടും. ഇതൊരു സിനിമ പിടിക്കേണ്ട സാധനമുണ്ട്, ഒരു അടാർ വളിക്കഥ. അങ്ങനെ നമ്മുടെ കൊതവടി വീരൻ മലവാണന്റെ MMA ഫൈറ്റ് നമുക്ക് കണ്ടുവരാം സുഹൃത്തുക്കളെ. ഓപ്പോണന്റ് ആരാ നോക്കട്ടെ? ഹബീബോ ഇസ്ലാമോ മറ്റാന്നാ ഗൈസ്. എന്നാലേ കളിയൊന്നും പച്ച പിടിക്കൂലു. നമുക്ക് നോക്കാം നമ്മളെ മണവാളന്റെ ഓപ്പോണന്റ് ആരാന്ന്. ഇതാരടാ മുട്ടപ്പപ്സും കൊണ്ട് നിർത്തിയ മമ്മൂനെ പോലെ ഉണ്ട്. അല്ലാടാ അതിന് പാല് കൊടുക്കടാ. എന്താന്ന് അങ്ങനെ കളിക്കുന്നേ? പൊറോട്ട ഇറച്ചിക്കറിയും കൊടുത്തിട്ട് സെറ്റാക്കി എന്തോ ബംഗാളിയാൻ പറ്റാൻ തോന്നുന്നു. എല്ലാം പോട്ടേന്ന് പറയാ. ഇയാളെന്തായി ചെയ്യുന്നത്? MMA ഫൈറ്റ് എന്നും പറഞ്ഞിട്ട് MDMA ഫൈറ്റ് ആണോ ചെയ്യുന്നത്? ഇത് UFC അല്ല, KFC അല്ല, ഇത് MMA അല്ല, MDMA അല്ല. ഇതാണ് കൈകൊട്ടി കളി. ഇത് ട്രെയിനിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. പക്ഷേ ഇതൊക്കെ കാണണ്ട, പിടിച്ചുകൊണ്ട് പോകും. ഈ കൈകൊട്ടി കളിനെയാണ് ഇവൻ പറയുന്നത് MMA ഫൈറ്റ് സീനാണ്. ഞാൻ മര്യാദക്ക് ഒരു ജാബും ക്രോസും പോലും ഇവന് ചെയ്യാൻ അറിയില്ല. മാർഷൽ ആർട്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ജാബ് ക്രോസ്. ഈ രണ്ട് പഞ്ചാണ് മാർഷൽ ആർട്സിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഈ മൊണ്ണക്ക് നേരാമണ്ണം ചെയ്യാൻ അറിയില്ല. പിന്നെ ഇവൻ ഏടത്തെ ഫൈറ്റർ ആണ്. ഇവന്റെ ട്രെയിനിങ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ താഴെ നിന്നാണ് പഞ്ച് ചെയ്യുന്നത്. ഈ മൊണ്ണക്ക് നേരാമണ്ണം പഞ്ച് ചെയ്യാൻ പോലും അറിയില്ലടാ. പിന്നെ ഇവൻ എങ്ങനെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാനാണ് ഗൈസ്? വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളെ മണവാളനാണെങ്കിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ എന്നും പറഞ്ഞ് വലിയ എന്താ ഒരു കൊണയടിച്ച്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് സ്റ്റേറ്റിൽ കളിച്ച കളിയല്ല, അത് ജസ്റ്റ് ബിഗിനറും ആയിട്ട് കളിച്ച ഒരു കളിയാണ്. വെറും 3 മാസമായിട്ട് MMA പഠിച്ച ഒരാളെയും വെച്ചിട്ടാണ് മണവാളൻ ഈ കളി കളിച്ചത്. അതും പഞ്ചായത്തിൽ ഒരു റിങ്ങും കെട്ടി കളി ജയിച്ചിട്ട് ഇവൻ പറയുന്നത് സ്റ്റേറ്റ് ലെവൽ കളിച്ചതാണ്. ഇവന്റെ ഈ കൈകൊട്ടി കളിയെല്ലാം സ്റ്റേറ്റിൽ പോയി കളിച്ചു കഴിഞ്ഞാൽ ഇവൻ ചോര തുപ്പും. MMA പോയിട്ട് MDMA പോലും ഇവൻ കണ്ടിട്ടുണ്ടാവില്ല. ഇത് MMA അല്ല, ഇതാണ് MDMA അടിച്ചിട്ട് കളിക്കുന്ന കളിയാണ് ഇത്. ഒരിക്കലും ഇതിന് MMA എന്നോ UFC എന്നോ പറയാൻ പറ്റൂല. വേണമെങ്കിൽ നിങ്ങൾ KFC എന്ന് പറഞ്ഞോ ഇതിനെ കണ്ടിട്ട്. ഓ, അഭിനയെല്ലാം കഴിഞ്ഞ് മടുത്തിരിക്കാനെന്ന് തോന്നുക. അടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന മണവാളന് ഉമ്മയും പെങ്ങളും കൂടി വീശി കൊടുക്കുന്നത് കണ്ടോ? ഇതിൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അടിയല്ല, അഭിനയം എന്നാ ആടെ വേണ്ടത്. ഇവൻ പൈസ കൊടുത്തായിരിക്കും ഇവന്റെ ഓപ്പോണന്റിനെ ഇറക്കുന്നത്. ഒരിക്കലും ഇതൊരു സ്റ്റേറ്റ് കളിയല്ല. ഇവന്റെ ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ കൈകൊട്ടി കളിയാന്ന് പോലും പറയാൻ പറ്റൂല. സ്വന്തം കൈകൊട്ടി കളി കണ്ട് MMA എന്ന് പറഞ്ഞ സ്ഫുടകം കൊള്ളുന്ന മണവാളനെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. കുടുംബം മൊത്തം അവരാതാന്ന് തോന്നുന്നു. എല്ലാരും പറയുന്നുണ്ട് ഓപ്പോണന്റ് പേടിച്ച് തൂറിയുന്നു. എങ്ങനെ പേടിക്കാണ്ടിരിക്കും? മജാതി പൈസയല്ലേ കൊടുത്തത്. മലവാണം മാത്രല്ല, കുടുംബം മൊത്തം അവരാതാന്ന്. ഇതിനെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാന്ന് ഫൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്? എല്ലാം പോട്ടെ, എല്ലാം സഹിക്കാം. മണവാളന്റെ അനിയത്തിന്റെ കൊണയല്ലേ കേൾക്കാൻ പറ്റാത്തത്? എന്റെ പൊന്നുമോളെ, നിനക്ക് ഈ കോമ്പാറ്റ് സ്പോർട്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടോ? നിന്റെ അണ്ണനെ ജാബ് ക്രോസ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. മര്യാദക്ക് ഒരു പഞ്ച് പോലും നിന്റെ അണ്ണന് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു മാർഷൽ ആർട്സ് പഠിച്ച ഒരാളാണ്. മൂയിത്തായ് എന്ന് പറയുന്ന തായ്ലൻഡ് ബോക്സിംഗ് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. മൂയിത്തായ്, MMA, ബോക്സിംഗ് ഇതെല്ലാം ഏകദേശം ഒരു കാറ്റഗറിയാണ്. അപ്പൊ പിന്നെ എനിക്കിത് കണ്ടാൽ മനസ്സിലാവും ഇവൻ എന്ത് പൊട്ടനാണെന്ന്. ചോറ് തിന്നുന്ന മര്യാദക്ക് ചോറ് തിന്നുന്ന ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് MMA അല്ല, MDMA ആണ്. പൈസയും കൊടുത്ത് ആളെ സെറ്റ് ചെയ്ത് അടിയും കഴിഞ്ഞ് എന്നിട്ട് വലിയ കൊണ. ഞാൻ അടിക്കാറങ്ങത്ത് പേടിച്ചിട്ടല്ല, പൈസ ഇല്ല കയ്യിൽ കൊടുക്കാൻ. നിനക്ക് നാണവും മാനവും പേടിയൊന്നും ഇല്ലെന്നറിയാം. നീ പൈസ കൊടുത്തല്ലേ അടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ പൈസ കൊടുത്ത് കയ്യിൽ പൈസ ഇല്ലാണ്ട് വരുമ്പോ പൊറോട്ട ഇറച്ചിക്കറിയാന്ന് മേടിച്ചു കൊടുക്കുന്നതാണ് കേട്ടത്. എന്റെ പൊന്നു മണവാള, ഒരു കാര്യം പറയട്ടെ, എനിക്ക് MMA പോയിട്ട് MDMA പോലും അറിയില്ല. നീ ഇത് നിർത്തിപ്പോ, അതാണ് നിനക്ക് നല്ലത്. മര്യാദക്ക് ഒരു പഞ്ച് പോലും ചെയ്യാൻ അറിയാത്ത നീയല്ലേ ഏടത്തെ ഫൈറ്ററാടാ. ഇന്ന് പിടിച്ചോ.
എടാ ഇതിനെന്തോ പ്രാന്താളാ ഇതിന്. ഇത് ബോക്സിംഗും അല്ല MMA അല്ല ഒന്നുമല്ല ഇത്. ഇവൻ ആകെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇവന് കുറച്ച് എനർജി ഉണ്ട്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവന്റെ ഫൈറ്റിൽ. MMA എന്ന് പറഞ്ഞ റിങ്ങിൽ കയറിയിട്ട് ഡാൻസ് കളിക്കുന്നത്, കൈകൊട്ടി കളി കളിക്കുന്നത്, പോത്ത് താഴോട്ട് മണവാളൻ മേലോട്ട്, ഇതെല്ലാം ആരുടെ എടുത്ത് ചെയ്ത് പണി വിടുന്നു. എന്തായാലും ആ പറഞ്ഞത് ശരിയാണ്. പോത്ത് ഇപ്പൊ താഴോട്ടാ പോകുന്നത്. എന്താന്ന് പറഞ്ഞാൽ പോത്ത് എയറിലാന്നുണ്ടായത്, ഇപ്പൊ പോത്ത് മെല്ലെ മെല്ലെ താഴോട്ട് പോകുന്നുണ്ട്. പക്ഷെ മണവാളൻ വെച്ചടി മേലോട്ട് എയറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എഡിറ്റ് ചെയ്തവനൊരു വാണാണെങ്കിലും പറഞ്ഞത് ശരിയാണ്. ഈ മലവാണന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവൻ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ഫൈറ്റിന് വേണ്ടി ചലഞ്ച് ചെയ്യും. ഒരിക്കലും ഒരു മാർഷൽ ആർട്സ് പഠിച്ച ഒരാൾ വേറൊരാളെ ഒരു കാര്യമില്ലാണ്ട് ചലഞ്ച് ചെയ്യൂല. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും മാർഷൽ ആർട്സ് പഠിച്ച ഒരാൾ ഒരിക്കലും ഒരു കാര്യമില്ലാണ്ട് വേറൊരാളെ പോയി ചലഞ്ച് ചെയ്യൂല. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ നമുക്ക് റിയൽ ബോക്സർ, റിയൽ ഫൈറ്റർ എന്ന് വിളിക്കാൻ പറ്റൂല. ഇവൻ എന്തോ പഞ്ചിങ് ബാഗിന് 2 അടി അടിച്ചെന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം ഇവൻ ചലഞ്ച് ചെയ്യും. എന്നിട്ട് ഇവൻ റിങ്ങിൽ കയറിയിട്ട് കളിക്കുന്നത് കൈകൊട്ടി കളി. MMA അല്ല, MDMA അല്ല, KFC അല്ല, UFC അല്ല. ശരിക്കും മണവാളം ഫൈറ്റ് ചെയ്തത് ഒരിക്കലും ഒരു UFC പ്ലെയറുമായിട്ടല്ല ഗൈസ്. വെറും 3 മാസമായിട്ട് MMA ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിഗിനറുമായിട്ടാണ് മണവാളം ഫൈറ്റ് ചെയ്തത്. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞു സ്റ്റേജ് ഫിയർ ഒക്കെ മാറുമല്ലേ, ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക്, ഇത് ജസ്റ്റ് ഒരു മാച്ച്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ. അണ്ടി അണ്ടി കുഞ്ഞാണ്ടി കപ്പലണ്ടി കുഞ്ഞാണ്ടി അണ്ടി അണ്ടി കുഞ്ഞാണ്ടി കപ്പലണ്ടി കുഞ്ഞാണ്ടി മലമക്കേറുമ്പം കുഞ്ഞാണ്ടി കപ്പല് കുഞ്ഞാണ്ടി കുണ്ടാണ്ടി കുഞ്ഞാണ്ടി.